എക്സ്ട്രാ അഡീഷണൽ വൈസർ വാങ്ങിക്കണം. ഈ ഒരു ക്ലിയർ വൈസർ ഞാൻ നൈറ്റ് റൈഡ് ചെയ്യുന്നെങ്കിൽ ഇത് യൂസ് ചെയ്യണം. ഡേ ടൈമിൽ ഞാൻ റൈഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ടിൻറ്റ് വൈസർ ഇടണം. ഇട്ടാൽ മാത്രമേ എനിക്ക് ആ ഒരു കൂളിംഗ് എഫക്റ്റോടെ എനിക്ക് നല്ല കംഫർട്ടബിളായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. പക്ഷേ മറ്റേ ഹെൽമെറ്റ് ആണെങ്കിൽ എനിക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഉള്ളിൽ നമുക്ക് ആവശ്യം വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് വൈസർ താഴ്ത്തിയാൽ വളരെ കംഫർട്ടാണ്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഇതിൻ്റെ പറയിലുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് വാങ്ങിക്കുക. ഞാൻ പിന്നെ ഇത് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ പർപ്പസ് ഈ ഒരു രീതിയിലാണ്. എൻ്റെ ബഡ്ജറ്റിന് എനിക്ക് മാക്സിമം സേഫ് ആയിട്ടുള്ള ഹെൽമെറ്റ് വേണമെന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹെൽമെറ്റ് വാങ്ങിച്ചത്. ഏറ്റവും കിടിലം സാധനം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കണ്ണ് എപ്പോഴും AGV-ലോട്ടും അറയിലോട്ടും ഒക്കെയാണ് എൻ്റെ കണ്ണെപ്പോഴും. അപ്പോൾ എനിക്കിത് വാങ്ങിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. പിന്നെ ഈ ഒരു ടൈമിൽ എനിക്ക് അത്രത്തോളം ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബഡ്ജറ്റ് ഹെൽമെറ്റ്സിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹെൽമെറ്റ് ഞാൻ ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് അതുപോലെ തന്നെ നല്ലൊരു ഹെൽമെറ്റ് എപ്പോഴും ചൂസ് ചെയ്യുക. പിന്നെ നിങ്ങളിപ്പോൾ ഏത് ഹെൽമെറ്റ് വാങ്ങിച്ചാലും, ഇൻ കേസ് ഡബിൾ ഡിയറിംഗ് ഉള്ള ഹെൽമെറ്റ് ആണെങ്കിലും ഒരു നോർമൽ സ്ട്രാപ്പുള്ള ഹെൽമെറ്റ് ആണെങ്കിലും ഏത് ഹെൽമെറ്റ് ആണെങ്കിലും ഈ പറഞ്ഞ ഫിറ്റ്മെൻറ്റ്സ് കറക്റ്റ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ഉറപ്പ് വരുത്തുക. അതായത് ഹെൽമെറ്റ് ഒരിക്കലും എയർ അടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ആടിക്കളിക്കുന്ന രീതിയിലുള്ളൊരു ഹെൽമെറ്റ് ആയിരിക്കരുത്. കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ളൊരു ഹെൽമെറ്റ് തന്നെ വേണം. അത് ഈ ഒരു ഡബിൾ ഡിയറിംഗ് ഉള്ള ഹെൽമെറ്റാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ഒരു പർപ്പസ് എന്തായാലും കുറച്ച് ടൂറിങ്ങും അതുപോലെ തന്നെ കുറച്ച് ഹൈ സ്പീഡ് റൈഡിംഗ് ഒക്കെ ഒബ്വിയസ്ലി കാണും. അപ്പോൾ അങ്ങനത്തെ ഒരു യൂസ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല സ്നാക്ക് ഫിറ്റ് ആയിട്ടുള്ള ഹെൽമെറ്റ് തന്നെ വാങ്ങിക്കുക. പിന്നെ നിങ്ങൾ ഒരു ക്വിക്ക് റിലീസ് സിസ്റ്റമുള്ള ഹെൽമെറ്റാണ് വാങ്ങിക്കുന്നത്, കമ്മ്യൂട്ടിംഗ് ആണ് പർപ്പസ് എന്നുണ്ടെങ്കിൽ സ്നാക്ക് ഫിറ്റ് ആയിട്ടുള്ള ഹെൽമെറ്റ് വാങ്ങിക്കേണ്ട കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഫിറ്റാണെന്ന് നമ്മൾ അത്രത്തോളം സ്നാക്ക് ഫിറ്റ് ആയിട്ടുള്ള ഹെൽമെറ്റ് ആണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ക്ലൈമറ്റൊക്കെ അറിയാൻ നല്ല ഹീറ്റാണ്. അതിൻ്റെ ഇടയിൽ ഇത്രത്തോളം സ്നാക്ക് ഫിറ്റ് ആയിട്ടുള്ള ഹെൽമെറ്റും കൂടെ ഈ ഒരു വെയിലത്ത് ഓടിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ ഇടയ്ക്കെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് കോൾ വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡെലിവറി കൊടുക്കാനോ എന്താണെങ്കിലും നിങ്ങൾ ഇറങ്ങുകയും കയറുകയും അതുപോലെ തന്നെ ഈ കോൾ വരുന്ന സമയത്ത് ഫോൺ എടുക്കാനും എല്ലാത്തിനും നിങ്ങൾ ഹെൽമെറ്റ് ഊരണം. ഈ ഹെൽമെറ്റ് ഊരിയും വയ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഫിറ്റായിട്ടുള്ള ഹെൽമെറ്റ് ആകുമ്പോഴത്തേക്കും റബ്ബായി നമ്മുടെ ഈ ഒരു സ്കിന്നിനൊക്കെ പ്രശ്നം വരും. അപ്പോൾ മാത്രമല്ല ഒരുപാട് നമ്മൾ സ്വെറ്റും ആവും, എല്ലാം കൂടെ പ്രശ്നമാവും. അതുകൊണ്ട് എന്ന് എഴുതി ഒരുപാട് ലൂസ് ഹെൽമെറ്റ് വാങ്ങിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അത്യാവശ്യം നല്ല ഫിറ്റായിട്ടുള്ള ഹെൽമെറ്റ് തന്നെ വേണം. പക്ഷേ ഒരു നല്ല സ്നാക്ക് ഫിറ്റ് ഹെൽമെറ്റ് നമ്മൾ ഈ ഒരു ഹൈ സ്പീഡ് റൈഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പിന് ആ ഒരു ഹെൽമെറ്റാണ് ഏറ്റവും സേഫ്. എങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു കമ്മ്യൂട്ടിംഗ് ആണ് പർപ്പസ് എങ്കിൽ അത്രത്തോളം ഫിറ്റായിട്ടുള്ള ഹെൽമെറ്റ് വാങ്ങിക്കേണ്ടതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങളൊരു കമ്മ്യൂട്ടിംഗ് പർപ്പസിന് വേണ്ടി മാത്രമായിട്ടാണ് ഹെൽമെറ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹൈ സ്പീഡ് റൈഡിങ്. ഹൈ സ്പീഡ് റൈഡിങ് എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഇല്ലീഗലായിട്ട് ഓവർ സ്പീഡ് എടുത്ത് പോകുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ടൂർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമുക്കൊരു 80 km/h ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഹൈവേസ് ആണുള്ളത്. ലീഗൽ സ്പീഡുമാണ്, അത് നല്ലൊരു സ്പീഡാണ്. പിന്നെ അതർ സ്റ്റേറ്റ് പോകുന്ന സമയത്ത് നമ്മൾ അതിൽ മേലിലോട്ടുള്ള സ്പീഡുകളിലൊക്കെ പോകും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് തരം ഹെൽമെറ്റ് യൂസ് ചെയ്യണം? അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഡബിൾ ഡിയറിംഗ് ഉള്ള ഹെൽമെറ്റ് നിർബന്ധമാണ്. അതിലൊരു കോംപ്രമൈസും ഇല്ല. ഉറപ്പായിട്ടും നിങ്ങൾ ഹൈ സ്പീഡ് ടൂറിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡബിൾ ഡിയറിംഗ് ഉള്ള ഒരു ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പരിപാടിക്ക് നിൽക്കാവുള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരു ക്വിക്ക് റിലീസ് സിസ്റ്റമുള്ള ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ഹൈ സ്പീഡിൽ വണ്ടി ഓടിക്കരുത്. എങ്ങാനും ക്രാഷ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇൻ കേസ് ഹെൽമെറ്റ് ഊരിപ്പോകാനുള്ള ചാൻസ് ഒരു 90% ഉണ്ട്. പോയി കഴിഞ്ഞാൽ പോയതാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അത്യാവശ്യം പെർഫോമൻസ് ഉള്ള ഒരു ബൈക്ക് വാങ്ങിക്കുമ്പോഴത്തേക്കും ത്രോട്ടിൽ ഓപ്പൺ ചെയ്ത് ഓടിക്കാനുള്ള ഒരു മൈൻഡ് എല്ലാവർക്കും വരും. അതൊരു കോമൺ ഫാക്ടറാണ്. പക്ഷേ ചെയ്യുന്നത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഒരിക്കലും അനാവശ്യമായിട്ട് റോഡിൽ റേസ് ചെയ്യരുത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ സ്പീഡിൽ ഓടിച്ചോ, തെറ്റ് പറയുന്നില്ല. അത് മറ്റൊരാളുമായിട്ട് റേസ് ചെയ്ത് ഓടിക്കരുത്. ഓക്കെ, നമ്മുടെ കൂടെ ഓടിക്കുന്ന ആളുടെ വണ്ടി പിറകിലാക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ പുള്ള് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് സംഭവിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിമിറ്റിൻ്റെ മേളിലോട്ട് നമ്മൾ പുള്ള് ചെയ്യും ബൈക്കിനെ. അങ്ങനെ ചെയ്യരുത്. നമുക്കൊരു ലിമിറ്റ് നമുക്കറിയാം, ആ ഒരു ലിമിറ്റിൽ മാത്രം നിന്ന് കളിക്കുക. അതിൽ കൂടുതൽ വേറെ പരിപാടിക്കൊന്നും നിൽക്കാതിരിക്കുക. ആവശ്യമില്ലാതെ ഓവർ സ്പീഡൊന്നും എടുത്ത് പോകരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സ്പീഡ് നമുക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്താൽ നിൽക്കും. നല്ല ഓപ്പൺ ഹൈവേസിൽ അത്യാവശ്യം സ്പീഡിൽ ഓടിക്കാം, വേറെ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെൽമെറ്റിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിർബന്ധമായിട്ടും ഡബിൾ ഡിയറിംഗ് ഉള്ളൊരു ഹെൽമെറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഹെൽമെറ്റിൻ്റെ ഫിറ്റ്മെൻറ്റും നല്ല സ്നാക്ക് ഫിറ്റ് ആയിട്ടുള്ള ഹെൽമെറ്റ് നിർബന്ധമാണ്. അങ്ങനെയുള്ള ഹെൽമെറ്റ് ഇട്ടിട്ട് മാത്രമേ നമ്മൾ കുറച്ചൊക്കെ സ്പീഡിൽ ഓടിക്കാം. ഹെൽമെറ്റ് വോബ്ലാക്ക് ആയിപ്പോയി കഴിഞ്ഞാൽ അത് ആക്സിഡൻസിന് തന്നെ റീസൺ ആവും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള റിസ്ക് ഒന്നും ആരും എടുക്കാതിരിക്കുക. എപ്പോഴും നല്ല ഹെൽമെറ്റ് തന്നെ യൂസ് ചെയ്ത് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു ഹെൽമെറ്റ് വാങ്ങിച്ചാൽ എത്ര കാലം യൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5 വർഷം. അതിനകത്ത് തന്നെ അടുത്ത ഹെൽമെറ്റ് മാറണം കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ അത് കഴിയുമ്പോഴത്തേക്കും ഹെൽമെറ്റിൻ്റെ ഷെല്ലിൻ്റെയൊക്കെ ആ ഒരു എല്ലാ കാര്യത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഹെൽമെറ്റിനും ആ ഒരു എക്സ്പയറി ഉണ്ട്. 5 വർഷത്തിന് മേലോട്ടൊന്നും ഒരു ഹെൽമെറ്റ് ചിലപ്പോൾ ആ ഒരു നമ്മൾ നന്നായിട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഇരിക്കും. നമ്മൾ അതിൻ്റെ ഒരു എക്സ്റ്റേണൽ പാർട്ട് കണ്ട് നല്ല കണ്ടീഷനാണല്ലോ, പിന്നെ എന്തിനു മാറ്റുന്നത് വെച്ച് ഓടിക്കരുത്. ഓടിക്കാം, കുറച്ച്
ഓടിക്കാം, കുറച്ച് ഷോർട്ട് കമ്മ്യൂട്ടിങ്ങിനൊക്കെ അത് യൂസ് ചെയ്യാം, പക്ഷേ ഒരിക്കലും ഹൈ സ്പീഡ് റൈഡിങ്ങിന് യൂസ് ചെയ്യരുത്. പിന്നെ ഹൈ സ്പീഡ് റൈഡിങ്ങിന് ഞാൻ എന്തുകൊണ്ടാണ് ഒരു ഡബിൾ ഡിയറിംഗ് ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ പറയുന്നത്, ഒരു ക്വിക്ക് റിലീസ് സിസ്റ്റമുള്ള ഹെൽമെറ്റ് യൂസ് ചെയ്തതെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ ഓൾമോസ്റ്റ് കോമൺ എല്ലാ വീടുകളിലും ഒരു ഹെൽമെറ്റ് കാണും. നിങ്ങളുടെ വീട്ടിലുള്ള മിക്ക ഹെൽമെറ്റിനും ബേസ് ആയിട്ട് വരുന്നത് ഈ ഒരു ക്വിക്ക് റിലീസ് സിസ്റ്റമാണ്. നിങ്ങൾക്കതൊന്ന് എടുത്ത് നോക്കിയാൽ കാണാം, ജസ്റ്റ് ഒരു സ്പ്രിങ്ങിലാണ് അത് നിൽക്കുന്നത്. ഓക്കെ, ഒരു ഇമ്പാക്റ്റ് വന്ന് ആ സ്പ്രിങ് ഒന്ന് മാറിയാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ പറയണ്ടല്ലോ. സോ ആ ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു ബലത്തിലാണ് നിങ്ങൾ ആ ഒരു സാധനം നിൽക്കുന്നതെന്നുള്ളൊരു ഓർമ്മ നമുക്ക് വേണം. പക്ഷേ നമ്മൾ ഒരു ഡബിൾ ഇയറിംഗ് ഹെൽമെറ്റ് ആണെങ്കിൽ അത് അത്യാവശ്യം നല്ല സേഫായിട്ടാണ് നമ്മൾ ആ ഒരു 2 ക്ലിപ്പിനുള്ളിൽ കൂടെ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുന്നത്. ഹെൽമെറ്റ് ഊരിപ്പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. വെന്റിലേഷനുള്ള ടൈപ്പ് ഹെൽമെറ്റ് തന്നെ വാങ്ങിക്കണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് നമ്മുടെ ടോപ്പിൽ ഒരു 2 വെൻസ് ഉള്ള ടൈപ്പൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ. ഞാൻ പിന്നെ നോക്കിയ ടൈമിൽ എനിക്ക് ഒരു നല്ല ഇഷ്ടപ്പെട്ട ഒരു ബ്ലാക്ക് ഹെൽമെറ്റ് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കായിരുന്നത്. ബ്ലാക്ക് ഹെൽമെറ്റ് ആക്ച്വലി ഹൈവേ റൈഡിങ്ങിന് പ്രിഫറബിൾ അല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. ഏറ്റവും കൂടുതൽ നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ഹെൽമെറ്റ് തന്നെയാണ് എപ്പോഴും നല്ലത്. മറ്റൊരു വണ്ടിക്ക് നിങ്ങളുടെ ഒരു സൈമറിൽ നിങ്ങളെ കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യാനും നിങ്ങളുടെ ഒരു സേഫ്റ്റിയുടെ ഭാഗം എല്ലാം ആണ്. കളർഫുൾ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും നല്ലതായിരിക്കും. മാത്രമല്ല ഈ ഒരു വെന്റിലേഷൻ്റെ കാര്യം ശ്രദ്ധിക്കുക, അത്യാവശ്യം നല്ല എയർ വെൻസ് ഉള്ള ഹെൽമെറ്റ് വാങ്ങിക്കുക. എയർ പാസേജ് വരുമ്പോഴത്തേക്കും ഉള്ളിൽ നമുക്ക് ഇപ്പോൾ എന്തായാലും നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. ഞാൻ ഈ ബൈക്ക് എടുത്ത സമയത്ത് ഞാൻ ഒരു ഹെൽമെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അത് അത്യാവശ്യം ഞാൻ കമ്മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോർമൽ ഹെൽമെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഹെൽമെറ്റ് യൂസ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ ഒരു എയർ വെൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി. ഇത് വാങ്ങിക്കുന്നതിന് ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഹെൽമെറ്റ് ഒന്നും അല്ലായിരുന്നു. പക്ഷേ ആ ഹെൽമെറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് ടോപ്പിൽ എയർ വെൻ്റ് ഇല്ല. ഓക്കെ, എയർ വെൻ്റ് ഇല്ലാത്ത ഹെൽമെറ്റ് ആയിരുന്നു. ആ ഹെൽമെറ്റ് വെച്ച് എനിക്കൊരു അരമണിക്കൂർ തയ്ച്ച് ഓടിക്കാൻ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് പല പ്രാവശ്യവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഈ ഒരു തലഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് ചൂടുകൊണ്ട് ഒരുമാതിരി ആയിപ്പോവും. ഹെൽമെറ്റ് വാങ്ങിക്കുമ്പോഴത്തേക്കും നല്ല എയർ വെന്റിലേഷനുള്ള ഹെൽമെറ്റ് തന്നെ നോക്കി വാങ്ങിക്കുക. പിന്നെ ടൂറിംഗ് പർപ്പസിന് വാങ്ങിക്കുന്ന ഹെൽമെറ്റിൽ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഹെൽമെറ്റിന് ഒരു ചിൻ കർട്ടൻ ഉണ്ടോ എന്നുള്ളത് നോക്കണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ചിൻ കർട്ടൻ. ഓക്കെ, ഇതിൻ്റെ ഒരു മെയിൻ പർപ്പസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഉള്ളിലോട്ട് കയറാതെ ജസ്റ്റ് ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് വിടുക എന്നുള്ളതാണ്. ആൻഡ് ദിസ് ഈസ് സംതിങ് ഗുഡ്. സോ നിങ്ങൾ ഹെൽമെറ്റ് വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു ഫീച്ചറും കൂടെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഏത് സർട്ടിഫിക്കേഷനുള്ള ഒരു ഹെൽമെറ്റ് ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് സർട്ടിഫിക്കേഷൻ കേട്ടിട്ടുണ്ടാവും. ISA മാർക്ക്, അതുപോലെ തന്നെ ഡോട്ട് സർട്ടിഫൈഡ്, ECE, അതുപോലെ തന്നെ സ്നെൽ, അങ്ങനെ പല സർട്ടിഫിക്കേഷൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഡോട്ട് സർട്ടിഫൈഡ് ഹെൽമെറ്റ് യൂസ് ചെയ്യുക. സ്ലോ ആയിട്ടുള്ള കമ്മ്യൂട്ട് ആയിക്കോട്ടെ, എന്താണെങ്കിലും ഡോട്ട് സർട്ടിഫൈഡ് ഹെൽമെറ്റ് വാങ്ങിക്കുക. അല്ലാതെ ISA സർട്ടിഫൈഡ് മാത്രമായിട്ടുള്ള ഹെൽമെറ്റ് വാങ്ങി യൂസ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എത്ര സ്ലോ ആയിട്ട് നിങ്ങൾ പോകുന്ന ആളാണെങ്കിലും, ഏതൊരു സ്കൂട്ടറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും, നിങ്ങൾ ദയവായിട്ട് ഡോട്ട് സർട്ടിഫൈഡ് ഹെൽമെറ്റ് യൂസ് ചെയ്യുക. പിന്നെ കുറച്ച് സ്പീഡ് എടുക്കുന്ന ആളാണ്, അത്യാവശ്യം ഹൈ സ്പീഡ് ടൂറിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഹെൽമെറ്റ് തന്നെ എടുക്കുക. അതായത് ഈ കാണുന്ന പോലെ ECE സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് തന്നെ ചൂസ് ചെയ്യണം. അത് കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ളൊരു ഹെൽമെറ്റാണ്. പിന്നെ ഇതിപ്പോൾ ഒരു ECE 22.05 ആണ് ഇതിൻ്റെ ഒരു റേറ്റിംഗ് വരുന്നത്. ഇപ്പോൾ നിലവിൽ എനിക്ക് തോന്നുന്നു ECE 22.06 ഒക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ ഒരു ലെവലിലുള്ളൊരു ഹെൽമെറ്റ് തന്നെ എടുക്കുക. പിന്നെ സ്നെൽ സർട്ടിഫിക്കേഷനൊക്കെ വരുന്നത് അത്യാവശ്യം ഹൈ എൻഡ് റേസ് ഹെൽമെറ്റ്സിനാണ്. സ്റ്റിൽ നിങ്ങൾക്ക് അതുപോലത്തെ ഒരു ഹെൽമെറ്റൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഹെൽമെറ്റ് വാങ്ങിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ എൻ്റെ നിലവിലുള്ള ഒരു സിറ്റുവേഷനിൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഹെൽമെറ്റ് ഞാൻ ചൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എനിക്ക് എന്തായാലും ECE സർട്ടിഫൈഡ് ഹെൽമെറ്റിന് വേണമെന്ന് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഹെൽമെറ്റ് വാങ്ങിച്ചത്. പക്ഷേ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളെപ്പോഴും നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഹെൽമെറ്റ് വാങ്ങിക്കുക. എന്നിട്ട് അത്യാവശ്യം ഹൈ എൻഡ് ഹെൽമെറ്റിലോട്ട് എപ്പോഴും ഒരു കണ്ണ് വേണം. എനിക്ക് എപ്പോഴും AGVയും RIയും ഒക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡ്സ്. അപ്പോൾ അതിലോട്ടൊക്കെ എനിക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. നമ്മുടെ സേവിങ്സിൽ നിന്ന് ഒരു കുറച്ച് പൈസ മാറ്റി വയ്ക്കുക, എന്നിട്ട് പയ്യെ ആയാലും നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏറ്റവും പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന ഇതുപോലുള്ള കാര്യങ്ങളിൽ നമ്മൾ പൈസ കുറച്ച് കൂട്ടി വെച്ച് പയ്യെ വാങ്ങിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നല്ലൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്ത് തന്നെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ അച്ചീവ് ചെയ്യാം. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഹെൽമെറ്റിൻ്റെ ക്ലിപ്പ് ഇടാൻ ഒരിക്കലും മറന്നു വരുത്. എപ്പോഴും ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്ലിപ്പ് ഇടുക. അതങ്ങനെ ഒരു മസിൽ മെമ്മറിയാക്കി ശീലിച്ചെടുക്കുക. അതാകുമ്പോൾ നമ്മൾ എത്ര തിരക്കിലാണ് നമ്മൾ പെട്ടെന്നെടുത്ത് വെച്ചാലും നമ്മുടെ കൈ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതങ്ങ് ചെയ്തോളും. ഇത് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു 2 ഫ്രണ്ട്സ് എനിക്ക് ഇതുപോലെ നഷ്ടമായിട്ടുണ്ട്. അവർ രണ്ടുപേരും ഹെൽമെറ്റ് വെച്ച് പോകുന്നവരായിരുന്നു. ഹെൽമെറ്റ് വെച്ച് പോയ സമയത്ത് ഈ ഒരു ഹെൽമെറ്റിൻ്റെ ക്ലിപ്പ് ഇടാൻ മറന്നുപോയി. പല ടൈമിൽ നടന്ന സംഭവമാണ്. സ്റ്റിൽ ഈ ഒരു ക്ലിപ്പ് ഇടാൻ വിട്ടുപോയതുകൊണ്ട് വണ്ടി ഇടിച്ച സമയത്ത് ഹെൽമെറ്റ് ഊരിപ്പോയി. അപ്പോൾ അവരുടെ ഒരു മരണ കാരണം ഇതായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് എനിക്ക് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കണമെന്ന് തോന്നി. പ്ലീസ് എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. ഒരിക്കലും ക്ലിപ്പ് ഇടാതെ വെറുതെ ഹെൽമെറ്റ് വെച്ച് പോയിട്ട് ഒരു കാര്യമില്ല. പറഞ്ഞു കേട്ടുള്ളൊരു കാര്യമാണ്, ഹെൽമെറ്റ് വെച്ചാൽ നമ്മളങ്ങ് രക്ഷപ്പെടുമോ, എല്ലാ പ്രശ്നങ്ങളൊന്നും എല്ലാ അപകടത്തിനും നമ്മൾ രക്ഷപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല.
ഹെൽമെറ്റ് എന്നല്ല ഏതൊരു റൈഡിങ് ഗിയേഴ്സും 100% നമ്മളെ രക്ഷിക്കുമെന്ന് ഒരിടത്തും പറയുന്നില്ല. പക്ഷേ ഈ ഒരു റൈഡിങ് ഗിയേഴ്സ് യൂസ് ചെയ്തുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ സംഭവിക്കുന്ന ആ ഒരു അപകടത്തിൻ്റെ ഇൻറ്റൻസിറ്റി അത് വളരെ വലിയൊരു രീതിയിൽ തന്നെ അത് കുറച്ച് തരും. പ്രത്യേകിച്ച് ഹെൽമെറ്റ്. നമ്മുടെ ശരീരത്തിൻ്റെ വേറെ ഏത് ഭാഗം എവിടെയെങ്കിലും പോയി തട്ടിയാലും നമുക്ക് കൈയൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പിയിടാന്ന് വിചാരിക്കാം, കാല് എല്ലാം നമുക്ക് അതുപോലെ നമുക്കൊന്ന് റീബിൽഡ് ചെയ്യാൻ കുറച്ച് കാലം എടുത്താലും നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നെങ്കിലും വിചാരിക്കാം. പക്ഷേ തല ഒരിടത്ത് പോയി തട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ് നമ്മുടെ പരിപാടി. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. 2 വീലർ എടുക്കുകയാണെങ്കിൽ അപ്പം തന്നെ ഹെൽമെറ്റ് വെച്ചിട്ട് മാത്രം ഓടിക്കാൻ ശ്രമിക്കുക. തൊട്ടടുത്തൊരു കടയിൽ പോകുന്നെങ്കിൽ പോലും ഹെൽമെറ്റ് വയ്ക്കാതെ ഒരിക്കലും പോകരുത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ ഒരുപാട് ദൂരെ പോകുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ കറങ്ങാൻ പോകുന്നത് നമുക്ക് മിക്കപ്പോഴും ഒന്നും സംഭവിക്കാറില്ല. പക്ഷേ നമ്മൾ തൊട്ടടുത്തൊന്ന് വളരെ സ്ലോ ആയിട്ട് പോകുമ്പോഴേക്കും നമുക്ക് പെട്ടെന്നൊരു അപകടം സംഭവിക്കുക. അത് മിക്കപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ചെറുതായിട്ട് കാണരുത്, ഇത് വലിയൊരു സംഭവമാണ്. ഒരു ഹെൽമെറ്റിന് ഇപ്പോൾ നല്ലൊരു ഹെൽമെറ്റ് വാങ്ങിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു 9,000 10,000 രൂപയാണെന്ന് വിചാരിക്കുക. അത് വളരെ കോസ്റ്റ്ലി ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിൻ്റെ റേറ്റ് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലൊരു അപകടം സംഭവിച്ചു എന്ന് വിചാരിക്കുക, നമുക്ക് ഒരു ദിവസം ICUവിൽ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്നും കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം. ഒരിക്കലും ബ്രാൻഡിൻ്റെ കോപ്പി ഹെൽമെറ്റ്സ് ഉണ്ടല്ലോ, അത് പല ഓഫറിൽ ഇപ്പം പലയിടത്തും കാണുന്നുണ്ട്. ഞാൻ ആ ഒരു ഹെൽമെറ്റ് ഒരിക്കലും വാങ്ങിക്കരുത്. അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് എൻ്റെ ഒരു അറിവിൽ അത് ഒരിക്കലും അത്ര സേഫ് ആയിട്ടുള്ള സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അത്രയും ഹെൽമെറ്റ്സ് ഒരിക്കലും ചൂസ് ചെയ്യരുത്. കാണാൻ നല്ല ഭംഗിയായിരിക്കും, അപ്പോൾ നമുക്ക് അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല ലുക്ക് സാധനമാണ്. പക്ഷേ നമ്മൾ അതിന് പ്രതീക്ഷിച്ചാണ് മിക്കവരും അത് വാങ്ങിക്കുന്നത്. എനിക്ക് ആക്ച്വലി കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ പ്രശ്നം ഇതാണ്, അത് നമുക്ക് അത്രത്തോളം സേഫ് ആയിട്ടുള്ള സാധനമല്ല. അതുകൊണ്ട് ഒരിക്കലും അത്രയും ഹെൽമെറ്റ്സ് വാങ്ങിക്കരുത്. എല്ലാവരും ഹെൽമെറ്റ് ഒരു ശീലമാക്കി തന്നെ മാറ്റുക. ഹെൽമെറ്റ് ഇല്ലാതെ ഒരിക്കലും വണ്ടി ഓടിക്കരുത്.